അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച ഒരു ദുആയിൽ ഖുൽ യാ മുഹമ്മദ്, മുഹമ്മദ് താങ്കൾ പ്രാർത്ഥിക്കൂ, ഇദാ സല്ലൈത് നിസ്കരിച്ചാൽ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത് വഹുബ്ബൽ മസാകീൻ വഅൻ തഗ്ഫിറ ലി വതർഹമനി വഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ ഫഖ്ബിദ്നി ഇലൈക ഗൈറ മഫ്തൂൻ അസ്അലുക ഹുബ്ബക് വഹുബ്ബ മൻ യുഹിബ്ബുക് വഹുബ്ബ അമലിൻ യുഖർരിബു ഇലാ ഹുബ്ബിക് എന്ന്. അള്ളാഹുവേ, നന്മ പ്രവർത്തിക്കുവാനുള്ള ഉദവി ഞാൻ നിന്നോട് തേടുന്നു, തിന്മ ഉപേക്ഷിക്കുവാനും, പിന്നെ വഹുബ്ബൽ മസാക്കീൻ മിസ്കിന്മാരോടുള്ള സ്നേഹം അത് ഞാൻ നിന്നോട് യാചിക്കുന്നു. വഅൻ തഗ്ഫിറ ലി വതർഹമനി നീ എന്നോട് പൊറുക്കണം, കരുണ കാണിക്കണം, അതും ഞാൻ നിന്നോട് യാചിക്കുന്നു. വഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ നിന്റെ അടിമകളിൽ നീ ഒരു പരീക്ഷണം ഉദ്ദേശിച്ചാൽ ഫഖ്ബിദ്നി ഇലൈക ഗൈറ മഫ്തൂൻ ആദർശത്തിൽ ദീനിൽ ഞാൻ പരീക്ഷിക്കപ്പെടാത്ത വിധം നീ എന്നെ മരണത്തിലൂടെ നിന്നിലേക്ക് സ്വീകരിക്കണമേ. പിന്നത്തേതാണ് നമ്മുടെ വിഷയം. അസ്അലുക ഹുബ്ബക് നിന്നോടുള്ള ഹുബ്ബിനെ ഞാൻ തേടുന്നു. വഹുബ്ബ മൻ യുഹിബ്ബുക് നിന്നെ ഹുബ്ബ് വെക്കുന്നവർ അവരോടുള്ള ഹുബ്ബിനെയും. വഹുബ്ബ അമലിൻ യുഖർരിബു ഇലാ ഹുബ്ബിക് നിന്റെ ഹുബ്ബിലേക്ക് എന്നെ അടുപ്പിക്കുന്ന കർമ്മങ്ങളോടുള്ള ഹുബ്ബ് സ്നേഹം അതും ഞാൻ നിന്നോട് യാചിക്കുന്നു. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അള്ളാഹുവിൻ്റെ ഹുബ്ബ്, അതിലേക്ക് അടുപ്പിക്കുന്ന കർമ്മത്തോടുള്ള ഹുബ്ബ്, അതൊക്കെ അള്ളാഹുവിനോട് യാചിക്കാൻ തേടാൻ ഏറ്റവും ശ്രേഷ്ഠ കർമ്മമായ നിസ്കാരം നിർവഹിച്ച് ദുആയിരക്കാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് കൽപ്പിക്കുകയാണ്. അപ്പോൾ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്ന ആ പരാമർശത്തിലുള്ള അള്ളാഹുവിനോടുള്ള ഹുബ്ബിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മഹത്വം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഏവർക്കും ബോധ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അള്ളാഹുവിനോട് മഹബ്ബത്ത് വെക്കുക, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് അതിതീവ്രവും അതിശക്തവുമാവുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആയിരക്കണം.